നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ജീവിച്ച് വളരെയധികം കൊതി തീരാതെ അസുഖം വന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ കഥകളും അത്തരത്തിൽ അവരെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരുടെ കഥകളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയും നടിയുമാണ് സീമാജി നായർ. എന്നാൽ ഇന്നത്തെ ദിവസം സീമയ്ക്ക് അത്രമേൽ മധുരമുള്ളതോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും മധുരമുള്ളതോ ആകില്ല. സീമാജി നായർ പിതാവിനെ തുല്യമായി കണ്ടിരുന്ന, സീമയുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ എല്ലാമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണമാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ ഒരു ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ എൻ്റെ ചേട്ടനെ കൊണ്ടുപോയി. മരണം വന്ന് കൊണ്ടുപോകുമ്പോൾ അത്രയേറെ കഠിനമായിരുന്നു ഞങ്ങളുടെ ജീവിതമെല്ലാം. ഹൃദയാഘാതം എന്നതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ലായിരുന്നുവെന്നും അങ്ങനൊരു അസുഖം പോലും അല്ലെങ്കിൽ ഹൃദയത്തിന് അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നത് പോലും പലർക്കും അറിയില്ലായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ നോവായി മാറുന്നത്. അതിനേക്കാൾ ഉപരി സീമയും ദീപക് ദേവ് എന്ന് പറയുന്ന സംവിധായകനും തമ്മിലുള്ള അടുപ്പ ബന്ധം കൂടി ഇപ്പോൾ മനസ്സിലാകുന്നു. ദീപക് ദേവിൻ്റെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിയാണ് സീമ. അതായത് ദീപക് ദേവിൻ്റെ ഭാര്യയുടെ കുഞ്ഞമ്മയാണ് സീമ. ഇപ്പോൾ ദീപക് ദേവിൻ്റെ കുഞ്ഞമ്മയാണ് സീമ എന്നും മേമയുടെ അതായത് ചിറ്റയുടെ ഒരു സ്ഥാനമാണ് സീമയ്ക്കുള്ളതെന്നും പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്നാണ് അതറിയുന്നത്. സീമയുടെ സഹോദരി രേണുകയുടെയും ഇന്ന് അന്തരിച്ച ഗിരിജൻ്റെയും മകളാണ് ദീപക് ദേവിൻ്റെ ഭാര്യയെന്ന് പലർക്കും മനസ്സിലായതെന്ന് പറയുന്നു. സീമയുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തളരാതെ കൂടെ നിന്ന കരുത്തായിരുന്നു ഈ ജ്യേഷ്ഠ സഹോദരനെന്ന് സീമ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. അഭിനയ രംഗത്തും തിരക്കുകൾക്കിടയിലും സീമ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അദ്ദേഹം നൽകിയിരുന്നതെന്ന് സീമ പറയുന്നു. ആ അത്താണിയാണ് അപ്രതീക്ഷിതമായി മാഞ്ഞു പോയതെന്നും സീമ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ വിതുമ്പുന്ന സീമയ്ക്കും കുടുംബത്തിനും ആശ്വാസവാക്കുകളുമായി സിനിമാ സീരിയൽ ലോകത്തെ സുഹൃത്തുക്കളും ആരാധകരും ഒപ്പം നിൽക്കുന്നതെന്നും അറിയുന്നു. പിന്നണി ഗായികയാണ് രേണുക ഗിരിജൻ. ദീപക് ദേവിൻ്റെ ഭാര്യ സ്മിത ഗിരിജൻ ഇവരുടെ മകളാണ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു. സീമയുടെയും രേണുകയുടെയും സഹോദരൻ AG അനിൽ സംഗീത സംവിധായകനാണ്. സീമയുടെ 2 സഹോദരങ്ങളും സംഗീതത്തിൽ നോക്കിയപ്പോൾ സീമ അഭിനയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലുമാണ് നിന്നത്. അപ്പോഴും സഹോദരനായി കൂടെ നിന്നത് ഗിരിജൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും സീമയ്ക്കൊരു പിതാവിന് തുല്യം തന്നെയായിരുന്നു. സീമയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാണ് സീമയുടെ മൂത്ത സഹോദരി രേണുക ഗിരിജനെ വിവാഹം കഴിക്കുന്നത്. സീമയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ സീമയുടെ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഗിരിജൻ. അതുകൊണ്ട് തന്നെ അച്ഛനോളം തന്നെയാണ് ഗിരിജൻ എപ്പോഴും സീമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത്രയും വളർന്നിട്ടും ആ ഒരു സ്നേഹത്തോടെ തന്നെയായിരുന്നു സീമ ഗിരിജനെ നോക്കിയതും ഗിരിജൻ അങ്ങനെ നിന്നതും. അദ്ദേഹത്തിനൊന്ന് വയ്യായിരുന്നുവെന്ന് അറിഞ്ഞാൽ ഓടിയെത്തുമായിരുന്നു സീമ എപ്പോഴും. അത്രമാത്രം സ്നേഹമായിരുന്നു പരസ്പരം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സഹോദരനും സഹോദരിയും തമ്മിൽ ഉണ്ടായിരുന്നതല്ല, മറിച്ച് സ്മിതയോട് എങ്ങനെയാണോ സ്നേഹം പുലർത്തിയിരുന്നത് ഗിരിജൻ, അതുപോലെ തന്നെയാണ് സീമയോടും ഉണ്ടായിരുന്നത്. 2 മക്കളായി തന്നെയാണ് ഗിരിജൻ ഇരുവരെയും വളർത്തിയതെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.